ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ചില്ലി ചിക്കൻ ആണ്. അതിനുവേണ്ടി കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ചിക്കനിലേക്ക് ഒരു കോഴിമുട്ട, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 2 ടേബിൾ സ്പൂൺ മൈദ, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1 ടീസ്പൂൺ സോയാ സോസ് എന്നിവ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് മാറ്റി വെക്കുക. ഒരു പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് നമുക്ക് ഈ മാറ്റി വെച്ചേക്കുന്ന ചിക്കനെ വറുത്തെടുക്കാം. ഓരോന്നോരോന്നായിട്ട് നമുക്കിട്ട് വറുത്തെടുക്കാം. ഡീപ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു കടായിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് നമുക്ക് പൊരിച്ച എണ്ണയുടെ ബാക്കിയുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അതിലേക്ക് ചെറുതായി അരിഞ്ഞ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും നല്ലപോലെ മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് സവോള സ്ക്വയറായിട്ട് അരിഞ്ഞത് ഇട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക. തീ ഫുള്ളിൽ തന്നെ വെക്കണേ. സവോള ഒന്ന് വാടി വരുമ്പോഴത്തേക്കും അതിലേക്ക് ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കാം. സവോളയും ക്യാപ്സിക്കം നല്ലപോലെ സോട്ടായി വരുമ്പോൾ നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ആവശ്യമുണ്ടെങ്കിൽ പെപ്പർ പൗഡർ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ സോസായിട്ട് ഉപയോഗിക്കുന്നത് ടൊമാറ്റോ സോസ്, സോയാ സോസ്, ചില്ലി സോസ് ആൻഡ് റെഡ് ചില്ലി സോസ്. ഇത് മൂന്നും മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കണം. നമുക്ക് ഡ്രൈ ആയിട്ട് ചില്ലി ചിക്കൻ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഗ്രേവി ടൈപ്പിൽ ഉണ്ടാക്കാം. ഞാൻ ഇന്നിവിടെ ഗ്രേവി ടൈപ്പിലാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ചിക്കനും ചൂടുവെള്ളവും തമ്മിൽ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ കോൺഫ്ലോർ ചെറിയ 1/4 ഗ്ലാസ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ചില്ലി ചിക്കൻ റെസിപ്പിയാണിത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ചില്ലി ചിക്കൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്